ഞാൻ മനസ്സിലാക്കുന്നത് ടീച്ചറുടെ വീടിന് തൊട്ടടുത്താണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതാണ്. ഈ വീടും പരിസരവും ഒക്കെ ടീച്ചർക്ക് അറിയാവുന്നതാണോ? അവിടെ ഒരു ജീവന് വേണ്ടിയുള്ള പരിശ്രമം, നമ്മുടെ റഡാർ സംവിധാനത്തിൽ ഒരു ജീവന്റെ തുടിപ്പ് തിരിച്ചറിഞ്ഞ് ഈ രാത്രി ഈ വൈകിയ വേളയിലും നമ്മുടെ സേനാംഗങ്ങളും രക്ഷാപ്രവർത്തകരും എല്ലാം ചേർന്ന് അവിടെ വലിയൊരു പരിശ്രമം നടത്തുകയാണ്. ഈ പ്രദേശം, അവിടെയുള്ള ആളുകളെയൊക്കെ ടീച്ചർക്ക് വ്യക്തിപരമായി അറിയാവുന്നവരാണോ? അതെ അതെ, എനിക്കറിയാവുന്നവരാണ് എല്ലാവരും. പോയവരെല്ലാവരും എനിക്കറിയാവുന്നവരാണ്. ഇപ്പോൾ നഷ്ടപ്പെട്ടവരെല്ലാവരെയും എനിക്കറിയാം. എൻ്റെ കൂടപ്പുറപ്പുകളുള്ള ആൾക്കാരാണ്. സ്വന്തക്കാരന് പുറമെ നമ്മളെ ബന്ധങ്ങളാണ് ഏറ്റവും വലുത്. എല്ലാം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് പോയിട്ടുള്ളത്. എൻ്റെ സ്റ്റുഡൻസ് പോയിട്ടുണ്ട്, ഫ്രണ്ട്സ് പോയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ. പോയവരെല്ലാം എൻ്റെ ഒറ്റവരാണ്. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് അവിടുന്ന് നമ്മൾ ആരോട് സംസാരിച്ചാലും എല്ലാവർക്കും പറയാനുള്ളത് അവിടുത്തെ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ്. അവർ ആ സ്കൂളിനെയും നാടിനെയും ഒക്കെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു, എങ്ങനെയാണ് അവരാവിഷ്കരിച്ച കവിതകളിലൂടെ, അവരുടെ വീഡിയോകളിലൂടെയൊക്കെ ആ നാടിനെ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ വിവരിച്ചിരുന്നത് എന്നൊക്കെയാണ്. എത്രയും പെട്ടെന്ന് ആ സ്കൂൾ തിരിച്ചു വരും, അവിടേക്ക് കുഞ്ഞുങ്ങളെത്തും എന്നുള്ളതൊക്കെയാണ് അധികൃതർ ഉറപ്പ് നൽകുന്നത്. അങ്ങനെയൊന്ന് നമുക്കൊക്കെ തിരിച്ചു വരാനും നമുക്കൊക്കെ ഭാവിയെക്കുറിച്ച് കുറച്ചുകൂടെ ആത്മവിശ്വാസത്തോടെ ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് ടീച്ചർ. തിരിച്ചു തോന്നുന്നില്ല. അതേപോലെ തിരിച്ചു കിട്ടുമെന്ന് ഇനി പറ്റില്ല. എല്ലാവരും പോയി. ഇനി അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. വെള്ളാർമല സ്കൂളിലെ പ്രധാനാധ്യാപകൻ ഉണ്ണിമാഷ് കഴിഞ്ഞ ദിവസം വലിയ വികാരാധീനനായാണ് മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചത്. ഇനി തിരിച്ചു വരാൻ പോലുമില്ല എന്നുള്ളതാണ് മാഷ് പറയുന്നത്. ഒരു പക്ഷേ ശരിയാണ്. മാഷുടെ, നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് അവിടുത്തെ അധ്യാപകരുടേതോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെയോ മാത്രം നഷ്ടമല്ല, നമ്മുടെ എല്ലാവരുടെയും നഷ്ടമാണ്. അത് പക്ഷെ നമുക്ക് അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കൂടെയുള്ള അധ്യാപകരുമായിട്ടൊക്കെ സംസാരിച്ചോ? അവരോടൊക്കിപ്പോൾ ടീച്ചർ അവിടുത്തെ അധ്യാപികയാണ്, കുഞ്ഞുങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു അധ്യാപികയാണ് എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർമാരൊക്കെ പറഞ്ഞത്. എന്നെ പരിചയപ്പെടുത്തുമ്പോൾ, ടീച്ചറെ കുറിച്ച് സംസാരിക്കുമ്പോൾ കെ മധു എന്നോട് പറഞ്ഞത് കുഞ്ഞുങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അധ്യാപിക എന്നാണ്. മറ്റധ്യാപകരോടൊക്കെ ചേർന്ന് സംസാരിച്ച് ഇനിയും തിരിച്ചു വരാൻ, കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കാൻ, അവിടുത്തെ മാതാപിതാക്കളെ തിരികെ കൊണ്ടുവരാനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നിങ്ങളെല്ലാവരുമാണ്. ഞാൻ അവിടുത്തെ ഹലോ എനിക്ക് കേൾക്കാം ടീച്ചർ. ഞാൻ അവിടുത്തെ ഡാൻസ് ടീച്ചറാണ്. അവിടുത്തെ കുട്ടികളൊക്കെ ഒരു എൻ്റെ സ്വന്തം മക്കളാണ്. ഞാൻ അന്ന് അതിൻ്റെ മുന്നത്തെ ദിവസം ഒരു കുട്ടിയുടെ അവിടുത്തെ വീട്ടിൽ നിന്ന് ഒരു പിടി ഭക്ഷണം കഴിച്ചിരുന്നു. ആ കുട്ടി ഇന്ന് ഇല്ല. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും പോയി. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ വാക്കുകൾ കിട്ടാത്ത പോലെയാണ് ഇപ്പോൾ ഒരവസ്ഥ ഉള്ളത്. അത് മറുപടി പറയാൻ കഴിയുന്നില്ല. എന്നോട് ക്ഷമിക്കണം ടീച്ചർ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നാളെ ഒരു ദിവസം എനിക്ക് ടീച്ചറോട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. വെള്ളാർമല സ്കൂൾ എത്രയും പെട്ടെന്ന് പടുത്തുയർത്തും. അവിടേക്ക് കുഞ്ഞുങ്ങൾ വരും. അവിടെ നിങ്ങളെല്ലാവരും അവരെ ചേർത്ത് പിടിക്കും. അന്ന് അതിനൊക്കെ സാക്ഷിയാകാൻ ഞങ്ങളും ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. വളരെയധികം നന്ദി ടീച്ചർ. ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല.